യെസ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. വെൽക്കം ടു മൺസൂൺ സീരീസ് റിസൾട്ട് നമ്പർ 3. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സെലിബ്രിറ്റി റിസൾട്ടാണ്. ഓക്കെ, ഇദ്ദേഹം ഒരു MLA ആണ്. ഓക്കെ, MLA മാത്രമല്ല, നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് എന്നുള്ളത് ഇദ്ദേഹം ഒരു MLA ആണ്. കേരളത്തിലെ MLA അല്ല കേട്ടോ, ഇദ്ദേഹം വെസ്റ്റ് ബംഗാളിലൊരു MLA ആണ്. ആൻഡ് അതിനേക്കാൾ ഫേമസ് ക്രിക്കറ്ററാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം, ക്രിക്കറ്റ് കാണുന്ന വ്യക്തിക്ക് ഇദ്ദേഹം ഒരു ബോളറാണ്. പണ്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു ബാൻഡ് കെട്ടിയിട്ട്, ഒരു ഹെഡ് ബാൻഡ് കെട്ടിയിട്ട് ബോളിംഗ് ഒരു വ്യക്തി അറിയാം. യെസ്, ഞാൻ സംസാരിക്കാൻ പോകുന്ന അശോക് ദിണ്ട ഒരു സെപ്പറേറ്റ് ആക്ഷനാണ്, ഡിഫറെൻറ്റ് ആക്ഷനാണ് അദ്ദേഹം. അതിൻ്റെ ആക്ഷൻ നിങ്ങൾ കണ്ടു കാണാം. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് 1 ഡേയും 20യും കളിച്ചിട്ടുണ്ട്. ആൻഡ് IPL ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതായത് ഡൽഹി ഡെയർ ഡെവിൾസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആൻഡ് അവസാന ഘട്ടത്തിൽ പൂനെ സൂപ്പർ ജയൻസിന് വേണ്ടിയൊക്കെ ഒരുപാട് മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. സോ അശോക് ദിണ്ടെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. ഓക്കെ, ഒരു ഡിഫറെൻറ്റ് ഡിഫിക്കൽട്ട് കേസാണ്. കാരണം ഹെയർ ലൈൻ പോയിട്ടുണ്ട്, ആൻഡ് മിഡിലൊക്കെ തിൻ ഹെയർസാണ്, ക്രൗൺ ഏരിയ പോയിട്ടുണ്ട്. ഡോണർ ഓക്കെയാണ്, സിൽക്ക് ഡോണറാണ്. അതായത് ഭയങ്കര കട്ടിയുള്ള മുടിയല്ല, സിൽക്ക് ഡോണറാണ്. അപ്പോൾ നമുക്ക് MLA റിസൾട്ട്സ് ഒക്കെ എങ്ങനെ വരുമെന്ന് നോക്കാം. നമ്മൾ MLA ആണെങ്കിലും MP ആണെങ്കിലും ആക്ടർ ആണെങ്കിലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിലാണ് ഉള്ളത്. എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെ ഗ്രാഫ്റ്റ് എടുക്കുന്നു, എങ്ങനെ അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ കൊടുക്കും, ഇതൊക്കെയാണ് റിസൾട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. ആൻഡ് ഇദ്ദേഹം സർജറി ചെയ്തത് എൻ്റെ സർജറിയുടെ സെയിം ഡോക്ടറാണ്, ഡോക്ടർ ഗജാനൻ ജാദവ സർജറി ചെയ്ത്. ആൻഡ് സർജറിക്ക് മുന്നേയുള്ള ജസ്റ്റ് ഒരു ഹെയർ ലൈൻ ഡ്രോയിങ് ഫോട്ടോസൊക്കെ കാണിക്കാൻ നോക്കിയേ. ആൻഡ് ഹെയർ ലൈൻ ഡ്രോ ചെയ്തിരിക്കുകയാണ്. ആൻഡ് മിഡിലൊക്കെ ഫില്ലിങ് ചെയ്യണം. ഒരു ഫുൾ ഹെഡ് കേസാണ്. അറൗണ്ട് 3500 to 4000 ഗ്രാഫിൻ്റെ ഒരു കേസാണ്. കാരണം കുറച്ച് ഡെൻസിറ്റി ഫ്രണ്ടിൽ വേണം, ക്രൗൺ ഏരിയയിലും വേണം. ആൻഡ് അത്ര വലിയ ഹെവി ആയിട്ടുള്ള തിക്ക് ഡോണറൊന്നുമല്ല, ഓവറേജ് ഡോണറാണ്, എന്നാലും ചെയ്യാൻ പറ്റുന്നൊരു കേസാണ്. ഹെയർ ലൈൻ ഡ്രോ ചെയ്തു. ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് കാണിക്കാം നോക്കിയാൽ. നല്ല രീതിയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇദ്ദേഹം ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1.5 വർഷം കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഫുൾ റിസൾട്ട് വന്ന സമയത്തുള്ള ആ ഒരു ഫോട്ടോസ് ഞാൻ കാണിക്കാം. ദിസ് റിസൾട്ട് അടിപൊളിയായിട്ട് ഹെയർ വന്നിട്ടുണ്ട്, ഡെൻസിറ്റിയും ആംഗുലേഷനും. നമ്മൾ ഓരോ ആളുടെ ഫേസ് നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ ഇത് ട്രാൻസ്പ്ലാന്റ് ഇദ്ദേഹത്തിൻ്റെ ഫേസിന് സൂട്ട് ആവുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഹെയർ ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ റിസൾട്ട് കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എന്ത് തോന്നി. കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, MLA ആണ് MP ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് റിസൾട്ട്. ഓക്കെ, കേരളത്തിൽ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരുപാട് പൊളിറ്റീഷ്യൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അവർ അനുവദിച്ച അവരുടെ വീഡിയോ ചെയ്യാം. ഡിസ്ട്രിക്ട് കളക്ടർ അടക്കം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അവർക്കുള്ള ഞാൻ സർവീസ് കൊടുക്കും. എന്നെ വിളിക്കാറുണ്ട്, ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. സോ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറയുകയാണ്. ഈവൻ ഒരുപാട് മുഖ്യമന്ത്രിയുടെ PA എടുക്കും, ഒരുപാട് മന്ത്രിമാരുടെ PA എടുക്കും, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരാണ്. ഇവരൊക്കെ എന്നെയാണ് സജഷൻ വിളിക്കാറ്. എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. സോ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിലാണ് റിസൾട്ട്. അതായത് നമ്മൾ ഡോണർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പക്ഷേ ആ ഡോണറിൽ ഗ്രാഫ്റ്റിനെ എടുത്തിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യുന്നതിലാണ് റിസൾട്ട് വരുന്നത്. എന്നാലും ഈ റിസൾട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുകയാണ്. ഈ മൺസൂൺ സീരീസിൽ ഞാൻ ഒരുപാട് റിസൾട്ട്സുകൾ ഷെയർ ചെയ്യാൻ പോവാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട്സാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ കൂടിക്കോളും, ഒരുപാട് വീഡിയോസ് വരും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഞാൻ ഷോർട്സ് ഷെയർ ചെയ്യാറുണ്ട്. താങ്ക് യു വെരി മച്ച്. ബൈ.